ഹലോ നമസ്കാരം. കോഴ്സിക്കോടെ മാനേജ്മെന്റ് ടീമിൽ കണക്ട് ആയിരിക്കുന്നതിന്റെ പേര് റൂസ് ഓർഡറിൽ എന്താണ് അമീർ സാർ ഇഷ്യൂ? കേൾക്കാമോ? പറയുന്ന കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ശരി, ഞാനിവിടെ കസ്റ്റമറുടെ ലൊക്കേഷനിൽ നിൽക്കുകയാണ്. കസ്റ്റമറിനെ കണക്ട് ചെയ്യാൻ കണക്ട് ആയിട്ടുണ്ട്. പക്ഷേ കസ്റ്റമറുടെ ലൊക്കേഷൻ കസ്റ്റമർ പറയുന്നത് തമിഴ്നാടാണ് സ്ഥലം, നാഗർകോവിൽ എന്നാണ് പറയുന്നത്. മാപ്പ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്, ബട്ട് കസ്റ്റമർ ഇപ്പോൾ ഉള്ളത് തമിഴ്നാടാണെന്നോ? കസ്റ്റമറിന് അറിയില്ല. ഞാൻ വിളിക്കുമ്പോൾ പോകുന്നത് തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത്. കസ്റ്റമർ തമിഴാണ് സംസാരിക്കുന്നത്, അവർക്ക് അറിയില്ല എന്ന് പറയുന്നു. സാർ അങ്ങനെയല്ല, മേ ബി ഇപ്പോൾ തമിഴാണ് സംസാരിക്കുന്നതെന്ന് വെച്ചിട്ട് കസ്റ്റമർ തമിഴ്നാടാവണമെന്നില്ലല്ലോ ഉള്ളത്. അപ്പോഴൊന്ന് കണക്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എത്രയും പെട്ടെന്ന് റെഡിയാക്കും. സർ കസ്റ്റമറിനെ കണക്ട് ചെയ്യാനാണെങ്കിൽ സർ കസ്റ്റമർ നോ റീച്ചബിൾ എന്ന് പറഞ്ഞൊരു ടിക്കറ്റ് ഉണ്ട്. അതൊരു വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്, കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ആണ്, അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ പറയണത് കസ്റ്റമർ എന്നോട് സംസാരിച്ചെന്നല്ലേ പറയണത്, മലയാളത്തിലല്ലേ പറയണേ. അവർ ഓർഡർ ചെയ്തിട്ടില്ല എന്നാ പറയണത്. കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കിയിട്ട് കസ്റ്റമറിനെ കണക്ട് ചെയ്തതെല്ലാം തൊണ്ട് എന്താണെന്ന് ചെയ്തു തരണമെന്ന് ചെയ്യാനല്ലേ വേണ്ടത്. അതല്ല ഇതല്ല, ഒരു മര്യാദ വേണ്ടേ? എത്രയും പെട്ടെന്ന് റൈഡറുടെ പ്രശ്നം പരിഹരിക്കാനല്ലേ നോക്കേണ്ടത്. കസ്റ്റമറിനെ കണക്ട് ചെയ്യുന്ന സാറ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ടിക്കറ്റ് റേസ് ചെയ്യാൻ. ഒരു പ്രശ്നമായിട്ട് വിളിക്കുമ്പോൾ അത് ഇത് ചെയ്യുന്നുള്ള മറുപടിയല്ല പറയേണ്ടത്, മനസ്സിലായില്ല? പ്രശ്നം എത്രയും പെട്ടെന്ന് കസ്റ്റമറെ കണക്ട് ചെയ്തിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാനാണ്, അതിന് വേണ്ടിയിട്ടാണല്ലേ കയറി വെച്ചേക്കണേ. എന്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്തിനാ വിളിച്ചത്? സാറിന്റെ ഇഷ്യൂ എന്താണെന്ന് സാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് സോൾവ് ചെയ്ത് തന്നാലേ. ഇപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലായ എന്താണ്? കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടില്ല. മനസ്സിലായി. ശരി, ഓക്കെ, അടകട്ടെ. ഓക്കെ, ഞാൻ കോൾ ഹോൾഡിൽ വെക്കാണ്, ഡിസ്കണക്ട് ആവാതെ നോക്കണം. ശരി. ലൈനിൽ ക്ഷമയോടെ തുടർന്നൊരു നന്ദി. കേൾക്കുന്നുണ്ടോ? ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ വോയിസ് റെക്കോർഡ് കേൾക്കുമ്പോൾ ഇതിൽ കസ്റ്റമർ മാപ്പ് ലൊക്കേഷൻ അല്ലാതെ പുതിയ ലൊക്കേഷനിലേക്ക് വരാൻ പറയുന്നില്ല. എനിക്ക് ഇവിടുന്ന് കസ്റ്റമറിനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാണിക്കുന്നില്ല. നോ റീച്ചബിൾ ടിക്കറ്റ് തന്നെ റേസ് ചെയ്യണം സാർ. ഞാനിവിടെ ഒരു പായം വിരിച്ച് കിടക്കട്ടെ ഇവിടെ. സാർ സാറിന്റെ കൺസേൺ ആണ്, എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അല്ലാതെ പിന്നെ ഞാനെന്തോ പറയാനാണ്? ഒരു റൈഡർ ഒരു ഗതിയില്ലാതെ ഇങ്ങനെ വഴിയരികിൽ നിന്ന് കസ്റ്റമറിനെ കണക്ട് എന്താന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുക? രാവിലെ കസ്റ്റമറിനെ കണക്ട് ചെയ്യണമെങ്കിൽ കസ്റ്റമർ നോ റീച്ചബിൾ ടിക്കറ്റ് ഏജന്റ് കണക്ട് ചെയ്തത് കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് കസ്റ്റമറിനെ ഇവിടുന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല സാർ, ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. പിന്നെ എന്തിനാ നിങ്ങൾ വിളിക്കണേ? എന്തിനാ വിളിച്ചെന്തിനാ? ഞാൻ ഡെലിവറി മാർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് സാർ. ഇപ്പൊ ആ ടിക്കറ്റാ റേസ് ചെയ്തിരിക്കുന്നത്. ഡെലിവറി മാർക്ക് ചെയ്യാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ? വലിയ വെയിറ്റ് ഉള്ള പണിയാ ചെയ്യണേ. ഒരു ദിവസം എത്ര ഡെലിവറി നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും? ഹലോ, നമസ്കാരം സാർ. ഈക്വൽ സ്വിഗ്ഗി ഓർഡർ മാനേജ്മെന്റ് ടീമിലേക്കാണ് അറ്റൻഡ്. എൻ്റെ പേര് അദ്വിത് സാർ. എന്താണ് സാർ ഓർഡറിലെ ഇഷ്യൂ? കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഓർഡർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു? അതെ സാർ, ഒന്ന് വെയിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യണോട്ടെ സാർ. ഡിസ്കണക്ട് ചെയ്യാതിരിക്കും, ഹോൾഡിൽ വെക്കുന്നുണ്ട്. ലൈനെ തുടർന്നതിന് നന്ദി സാർ. സാർ, ഈ ഓർഡർ ഞാൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട് സാർ. താങ്കൾക്ക് നെക്സ്റ്റ് ഓർഡറിലേക്ക് പോകാം സാർ. ഇത് പറ്റി കസ്റ്റമർ കണക്ട് ആവുന്നില്ല? സാർ, ഇത് താങ്കൾക്ക് ഇതിന്റെ ഏർണിങ്സ് കിട്ടുന്നതാണോ സാർ? പൈസ പിടിക്കില്ലല്ലോ, ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ഇല്ല സാർ, താങ്കളുടെ ഇഷ്യൂ അല്ല സാർ, ഇത് കസ്റ്റമർ അല്ലേ സാർ പറഞ്ഞത്? ശരി, ഇത് റിട്ടേൺ ഓർഡർ ആണല്ലോ കിടക്കുന്നത്. ഇത് ഞാൻ തിരിച്ചു കൊണ്ടു കൊടുക്കാനാ? അത് സാർ, റിട്ടേൺ ഓർഡർ വന്നാൽ റിട്ടേൺ കൊടുക്കണ്ടോ സാർ? എത്ര പൈസ ഇല്ലാതെ? എനിക്ക് ഇതിനകത്ത് പോകാനായിട്ട് പൈസ ഒന്നും കിട്ടത്തില്ല. സാർ, റിട്ടേൺ ഓർഡർ വന്നല്ലേ സാർ, അപ്പോൾ റിട്ടേൺ കൊടുക്കണ്ടേ? റിട്ടേൺ കൊണ്ടു കൊടുത്തതിന് പൈസ വേണ്ടേ? ഇവിടെ അങ്ങ് പോകാനുള്ള പൈസ ആര് തരും?
അത് സാർ റിട്ടേൺ ഓർഡറിന് ഏണിങ്സ് കിട്ടുന്നതാണ് സാർ. ആര് പറഞ്ഞു? കിട്ടുമെന്ന് ആരാ പറഞ്ഞേ? നിങ്ങളുടെ ആരാ പറഞ്ഞു? ഒരു പൈസ ഇല്ലാതെ ഞാൻ കൊണ്ട് കൊടുക്കണം. ഇതിന് മുമ്പ് ഞാൻ 4 എണ്ണം കൊണ്ട് കൊടുക്കുക. കിട്ടുമെന്നാ പറഞ്ഞേ. ഇത് റിട്ടേൺ വന്നാണ് സാർ. അതാണ് ഞാൻ ചോദിച്ചേ, ഈ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നതിനുള്ള പൈസ ആര് തരുമെന്ന്. സാർ അത് സ്വിഗ്ഗി ഡെലിവറി സപ്പോർട്ട് ടീമായി കോൺടാക്ട് ചെയ്യുമോ? എന്നിട്ട് ഇതുപോലെ ഞാൻ അവിടെ ഇരിക്കാം. അതിലാണ് താങ്കൾക്ക് ഏർണിങ്സ് ഇട്ട് തരുന്നതാണ്. ഞങ്ങൾ ലൈവ് ഓർഡർ മാനേജ്മെന്റ് ടീമാണ്. ഈ ഓർഡർ റിലേറ്റഡ് ഇഷ്യൂസ് ആണ് ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല സാർ. ഞാൻ ചോദിക്കുന്നതല്ല, തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ ഈ പോണ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഞാൻ അവിടെ നിൽക്കാനാ? അപ്പോൾ തന്നെ അരമണിക്കൂറോടെ നിൽക്കുകയല്ലേ? നിങ്ങൾ പറയണതിനൊരു ഔചിത്യം ഉണ്ടാവണ്ടേ? നിങ്ങൾ എന്താ പറയണേ? അരമണിക്കൂർ കൂടുതൽ ഞാൻ ഇവിടെ നിൽക്കുക, കൊണ്ടുവരാനായിട്ട് അരമണിക്കൂർ, 1 മണിക്കൂറായി. ഞാൻ തിരിച്ചു കൊണ്ട് കൊടുക്കാൻ അരമണിക്കൂർ, അതിൻ്റെ പൈസ വാങ്ങിക്കാനായിട്ട് പിന്നെ അരമണിക്കൂർ, 2 മണിക്കൂറാണ്. അത് സാർ അത് റിട്ടേൺ ഓർഡർ വന്നതല്ലേ സാർ താങ്കൾക്ക്? അപ്പോൾ റിട്ടേൺ ഓർഡർ വന്നതിന് കാശ് വേണ്ടേ? പെട്രോളല്ലേ വണ്ടി ഓടണം? സാർ അത് ഡെലിവറി ടീമായി കോൺടാക്ട് ചെയ്തു താങ്കള്. ഡെലിവറി അതാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ നിന്ന് വരാനായിട്ട് അരമണിക്കൂർ, ഇവിടെ നിന്ന് തിരിച്ച് കൊണ്ടുകൊടുക്കാൻ അരമണിക്കൂർ, ഇവിടെ നിന്ന് അരമണിക്കൂർ, ഇനി ആ പൈസ വാങ്ങിക്കാനായിട്ട് അരമണിക്കൂർ അവിടെ നിൽക്കാനാ? 2 മണിക്കൂർ എൻ്റെ ദിവസം എന്നത് 2 ദിവസം പൈസ ആര് തരും? ആര് തരും? നിങ്ങൾ വേറെ ആരെങ്കിലും അസൈൻ ആക്കിയിട്ട് ഈ ഓർഡർ കൊണ്ട് തിരിച്ചു കൊടുക്കുക. എൻ്റെ തലയിലേ ഞങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല സാർ. ഞങ്ങൾക്കിപ്പോ കസ്റ്റമർ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പൊ അത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനേ ഞങ്ങൾക്കുള്ളൂ സാർ. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഞാനിവിടെ നിൽക്കും. ഓക്കെ സാർ. സ്വിഗ്ഗിയുടെ ഭാഗമായി നന്ദി. ശുഭദിനം.